പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രതിസന്ധി ഒഴിയാതെ കയറ്റുമതി മേഖല. നമുക്കറിയാം പശ്ചിമേഷ്യൻ യുദ്ധം നല്ല രീതിയിൽ കേരളത്തിലും എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ അടുക്കളയിൽ വരെ അത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം US-ഇറാൻ സംഘർഷം സമവായം കാണാതെ നീളുന്നതോടെ കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് കനത്ത ആഘാതം. കൊച്ചി തുറമുഖം വഴിയുള്ള കയറ്റുമതിയിൽ 30%, ഇറക്കുമതിയിൽ 60% കുറവ് വന്നിട്ടുള്ളതാണ് കയറ്റുമതിക്കാർ അറിയിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയാണ് മുന്നോട്ട് പോകുമ്പോൾ. നമുക്ക് കേരളത്തിൽ ഒരുപാട് കയറ്റുമതി വ്യവസായങ്ങളുണ്ട്. ഇപ്പം മത്സ്യം, അതുപോലെ തന്നെ നട്ട്സ്, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതുപോലെയുള്ള കയറ്റുമതിയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വ്യവസായങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പം കേരളത്തിലെ ചില ഉൽപ്പന്നങ്ങൾ, പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് വിദേശ മാർക്കറ്റുകളിൽ വലിയ ഡിമാൻഡുകൾ കിട്ടാറുണ്ട്. അപ്പം അവയ്ക്കെല്ലാം വലിയൊരു തിരിച്ചടിയാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് ഇറക്കുമതി കുറയുന്നതോടെ സാധാരണക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും ലഭിക്കാതെ വരും. ആ ഒരു സാഹചര്യമൊക്കെ ഇനിയിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. കാരണം ഇപ്പോഴേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ.